സിനിമാ സീരിയൽ നടി കനകലത അന്തരിച്ചു. തിരുവനന്തപുരത്തെ വസതിയിൽ വച്ചായിരുന്നു അന്ത്യം. 350-ലധികം സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട്. നിരവധി ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. നാടകത്തിലൂടെയാണ് സിനിമയിൽ എത്തിയത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി ഏറെ നാളായി ചികിത്സയിലായിരുന്നു കനകലത. പൊതു സമൂഹത്തിൽ നിന്നെല്ലാം അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നു. ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ഈ മറവി രോഗത്തിന്റെ പിടിയിലകപ്പെട്ട് ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് അന്ത്യം സംഭവിക്കുന്നത്. മലയാള സിനിമയ്ക്ക് തന്നെ തീരാ നഷ്ടമാണ് കനകലതയുടെ വിയോഗം. മാത്രമല്ല, ഇത്തരത്തിൽ ഈ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങളാണ് കനകലത അഭ്രപാളിയിൽ പകർത്തിയത്. നാടകത്തിലൂടെയാണ് അഭിനയത്തിന്റെ തുടക്കം ആരംഭിച്ചത്. അതിനുശേഷമാണ് പിന്നീട് സിനിമയിലേക്ക് വരുന്നത്. ഏറെക്കുറെ ശ്രദ്ധിച്ചത് സിനിമയ്ക്ക് പുറമെ സീരിയൽ രംഗത്തായിരുന്നു. 90കളുടെ അവസാനത്തോടു കൂടി തന്നെ നിരവധി സീരിയലുകൾ അഭിനയിക്കുകയും ഒക്കെ ചെയ്ത ഒരു അതുല്യ കലാകാരിയാണ് മലയാളിക്ക് നഷ്ടമാകുന്നത്. നിരവധി 300-ലധികം വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കിരീടം, വർണ്ണപ്പോകിട്ട്, കൗരവർ, ആദിത്യ കൺമണി, മിഥുനം, വാർദ്ധക്യപുരാണം എന്നീ സിനിമകളിലെല്ലാം ശ്രദ്ധേയമായ വേഷങ്ങളാണ് കനകലത കൈകാര്യം ചെയ്തത്. അനായാസമായി ഒരു ഹാസ്യവും അതുപോലെ തന്നെ സീരിയസ് വേഷങ്ങളും എല്ലാം അനായാസമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് കനകലതയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിലുള്ളൊരു അതുല്യ കലാകാരി കൂടിയാണ് മലയാളത്തിന് നഷ്ടപ്പെടുന്നത്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് 2 നഷ്ടങ്ങളാണ് മലയാളിക്ക് ഉണ്ടായിരിക്കുന്നത്, മലയാള സിനിമാ ലോകത്തിനുണ്ടായിരിക്കുന്നത്. അല്പസമയം മുമ്പാണ്, വൈകുന്നേരത്തോടെയാണ് സംവിധായകൻ ഹരികുമാർ നമ്മെ വിട്ടു പോകുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ദുഃഖവാർത്ത കൂടി പുറത്തു വരുന്നത്. മലയാളത്തിന്റെ അതുല്യ കലാകാരി കനകലത അന്തരിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത്. 90കളിലാണ് സജീവമായി ഈ സിനിമകളിലും അതുപോലെ തന്നെ സീരിയലുകളിലും ഒരുപോലെ സജീവമാകുന്നത്. മാത്രമല്ല, കിട്ടുന്ന വേഷങ്ങളെല്ലാം അഭിനയിച്ച് ഫലിപ്പിക്കുവാനൊരു കഴിവ് കനകലതയ്ക്കുണ്ടായിരുന്നു. ഒരേ സമയത്ത് തന്നെ സീരിയലിലും അതുപോലെ തന്നെ സിനിമയിലും തിളങ്ങിയ ഒരു അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരു ആളായിരുന്നു ഈ കനകലത എന്ന് പറയുന്നത്. 62 വയസ്സായിരുന്നു. 380ഓളം സിനിമകളിൽ അഭിനയിക്കുകയും അതോടൊപ്പം തന്നെ സീരിയലുകളിൽ ഒരു കാലത്ത് ഈ സീരിയലുകളിലെല്ലാം കനകലത ഇല്ലാത്ത ടെലിവിഷൻ പരമ്പരകൾ അപൂർണമായിരുന്നു. നിരവധി സീരിയലുകൾ ഇത്തരത്തിൽ ശ്രദ്ധേയമായ വേഷമൊക്കെ കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും വലിയ ദുഃഖവാർത്തയാണ് മലയാളിക്ക് ഉണ്ടായിരിക്കുന്നത്. രോഹിണി. ശരി പ്രശാന്ത്. നടി കനകലത അന്തരിച്ചു. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.